സാർ നമസ്കാരം. നമസ്കാരം. ബഹുമാന്യനായ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മന്ത്രിസഭാ തീരുമാനങ്ങളിലെ നിയമപരമായ പിശകുകൾ പരിശോധിക്കുകയും അല്ലെങ്കിൽ അന്ന് നടന്നിട്ടുള്ള പല കാര്യങ്ങളും പുനഃപരിശോധിക്കുകയും ചെയ്യുന്ന ഒരു തിടുക്കത്തിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും. ഇവിടെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ക്യാൻസൽ ചെയ്യുകയും നവകേരള യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച ഇന്നത്തെ ആലപ്പുഴ MLA ആയ എ.ഡി. തോമസ് അടക്കമുള്ള ആളുകളുടെ തല തല്ലിപ്പൊളിക്കുന്ന കാഴ്ചയെല്ലാം കണ്ടു. അത് കൃത്യമായ നിയമലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എ.ഡി. തോമസ് തന്നെ നേരത്തെ നൽകിയിരുന്ന പരാതിയിന്മേൽ ആലപ്പുഴ സെഷൻസ് കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു, അന്വേഷിക്കണം എന്ന് പറഞ്ഞ്. ആ ഉത്തരവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പൂഴ്ത്തിവെക്കുകയും കുറ്റക്കാരെല്ലാവരും പുറത്ത് വിലസി നടക്കുകയും ചെയ്തു. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ആ കേസിന്റെ നിയമപരമായ തുടരന്വേഷണം നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ആലപ്പുഴ സെഷൻസ് കോടതിയിൽ അന്ന് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച ഗൺമാനും മറ്റു 4 പേരും മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നു. അതിൻ്റെ വിധി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു കാര്യമാണ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. കാരണം കഴിഞ്ഞകാല സർക്കാരിൻ്റെ അനീതികൾക്കെതിരെ പോരാടും, ദുർചെയ്തികൾ പുറത്തു കൊണ്ടുവരും, നിയമപരമായ രീതിയിൽ മാതൃകാപരമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും പറയുമ്പോൾ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്. അന്ന് ആ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ഏതാണ്ട് 1.5 വർഷക്കാലത്തിലധികം ജയിലിൽ കിടന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. സ്വർണ്ണക്കൊള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല വിവരങ്ങളുമാണ് അന്ന് കോൺസുലേറ്റ് ജീവനക്കാരിയായിരുന്ന സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. അവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നാൾ ജയിലിൽ അടയ്ക്കുകയുണ്ടായി. പിന്നീട് ജയിൽ മോചിതയായ സ്വപ്ന സുരേഷ് പിണറായി വിജയൻ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ 1 ഡസണിൽ അധികം പരാതികളാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത്. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് ഫെമ നിയമ ലംഘന പ്രകാരം പണം കണ്ടെത്തി റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട് കോടികളാണ് കേരളത്തിലേക്ക് ഒഴുകിയത്. പ്രൈസ് വാട്ടർ കൂപ്പർ വഴിയുള്ള നിയമനങ്ങളെക്കുറിച്ചുള്ള ചില ആരോപണങ്ങൾ, ഫോണുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങൾ, ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും എതിരെ സ്വപ്ന സുരേഷ് അക്കമിട്ട് അടയാളപ്പെടുത്തി ഉന്നയിച്ചിട്ടും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും, ഒരു കോടതിയിൽ പോലും ഒരു പെറ്റി കേസ് പോലും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരോ സ്വപ്നയ്ക്കെതിരെ കൊടുത്തില്ല എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഒന്ന് പ്രസംഗിക്കുന്ന അവസരത്തിൽ ആ മൈക്കൊന്ന് ഹൗൾ ചെയ്താൽ പോലും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അവിടെ നീരസം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ എല്ലാവരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. മൈക്ക് സെറ്റുകാരനെ അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന മുഖ്യമന്ത്രിയുടെ പോലീസുകാർ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരായി ഇത്തരത്തിൽ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടും അവർക്കെതിരെ ഒരു പരാതി പോലും കൊടുക്കാതിരുന്നത്? ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ട് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ സംസാരിക്കുകയുണ്ടായി. ഇത് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും പറഞ്ഞത്. എന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ യാതൊരു തരത്തിലുള്ള കേസുകളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞകാല സർക്കാരിന്റെ നിയമരഹിതമായ അല്ലെങ്കിൽ അഴിമതി ജടിലമായ കാര്യങ്ങളെല്ലാം കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ, സ്വപ്ന സുരേഷ് ഉന്നയിച്ച ഇത്തരം പ്രശ്നങ്ങളിൽ വീണ്ടും ഒരു അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ടോ എന്നാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ രാജ്മോഹൻ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രദീപിൻ്റെ ചോദ്യം 5 മിനിറ്റിലോ 10 മിനിറ്റിലോ അല്ലെങ്കിൽ 1 മണിക്കൂറിലോ അല്ല ഇന്ന് മുഴുവൻ ഇരുന്ന് വർത്തമാനം പറഞ്ഞാലും ചർച്ച ചെയ്താലും ഉത്തരം പറയാൻ പറ്റാത്തതാണ്. ആമുഖം കുറച്ച് നീണ്ടുപോയി, ക്ഷമിക്കുക. ആമുഖമല്ല പറഞ്ഞു, ആമുഖത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ആ കണ്ടന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ കണ്ടന്റിൻ്റെ ചർച്ച, അതിൻ്റെ വ്യാപ്തി എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് ഓരോ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ വീണ്ടും ആ വ്യാപ്തി കൂടി വരും. ഇവിടെ
സംസ്ഥാന ഭരണകൂടത്തിനെതിരായി അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇരട്ടച്ചങ്ങുണ്ടെന്ന് പറയുന്നത് ഇവിടെ കേരളത്തിലെ ഇരട്ടച്ചങ്ങനെതിരായി ഡൽഹിയിലെ ഇരട്ടച്ചങ്ങൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തും. അതിൽ പലതരത്തിൽ ഡാമേജിങ് ആണ്. ഒന്ന് കേരളത്തെ മൊത്തം അപമാനിക്കുന്നു, ഒന്നൊരു കൊള്ളയെക്കുറിച്ച്, കേരളത്തിൽ നടക്കുന്ന കൊള്ളയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അതിനെതിരായി നടപടിയെടുക്കാൻ ബാധ്യതപ്പെട്ട, അതിന് കൽപ്പുള്ള കഴിവുള്ള കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ മോഡി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇതേ ചോദ്യം തന്നെ വീണ്ടും നമുക്കിവിടെ ആവർത്തിക്കേണ്ടി വരുന്നു. താങ്കൾ പറഞ്ഞ പ്രദീപ് പറഞ്ഞ പല വിഷയങ്ങളും ഇവിടുത്തെ നിയമസഭയിൽ വീറും വാശിയോടെ ഉന്നയിച്ച ഒരാളാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിരുന്ന ശ്രീ വി ഡി സതീശൻ. ഈ ആരോപണങ്ങൾ, അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? ട്രാൻസ്പെറൻസിയാണ് വേണം. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അതോ അന്നത്തെ കൊണ്ട് തീർന്നു, ഞങ്ങൾ പ്രതികാര വീട്ടിലല്ല ഞങ്ങളുടെ ഭരണം, ഞങ്ങൾ ഭരിക്കാൻ മാത്രമാണ് പോകുന്നത് എന്ന് ഒരു സോപ്പിടുന്ന വർത്തമാനം പറഞ്ഞ് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇവിടെ ഇന്ന് ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സതീശന് കൂടുതൽ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല, രമേശ് ചെന്നിത്തലയ്ക്കും ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ചെയ്തില്ലെങ്കിൽ തല്ലുകൊണ്ടത് പാർട്ടിക്കാരാണ്. അതുകൊണ്ട് ചിലപ്പോൾ പാർട്ടിക്കാർ തിരിച്ച് ഇപ്പോൾ പിണറായി വിജയനെതിരായി ഡിവൈഎഫ്ഐക്കാരും പല മാർക്സിസ്റ്റുകാരും രഹസ്യമായി പറയുന്നത് പോലെ സതീശനെതിരായി പറയാൻ തുടങ്ങും. ആ പേടി സതീശനുണ്ട്. ഇനി രണ്ടാമത്, ഇവിടെ ഞാൻ സതീശൻ്റെ കാര്യത്തിൽ എന്തുമാത്രം എനിക്ക് സതീശനെ ഞാൻ കുറ്റപ്പെടുന്നില്ല. സതീശൻ്റെ രണ്ട് കാലിലും ഓരോ വലിയ കരിങ്കല്ല് കെട്ടിയിട്ട് ഓടിക്കോളാൻ പറഞ്ഞ പോലെ കെ സി വേണുഗോപാലിനെ രമേശ് ചെന്നിത്തലയൊക്കെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. സതീശന് എന്തുമാത്രം മുന്നോട്ട് പോകാൻ പറ്റും എന്ന സംശയമുണ്ട്. അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇവിടെ കേരളത്തിലെ ജനങ്ങളെ വളരെ പെട്ടെന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായി തിരിച്ച പ്രശ്നം, അല്ലെങ്കിൽ എതിരായി മാറ്റിയ പ്രശ്നങ്ങളിൽ ഒന്ന് കേരളത്തിനേക്കാൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, പച്ചക്കൊള്ള. ഇതിനെതിരായി സതീശൻ ഇതുവരെ മുഖ്യമന്ത്രിയായ ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു, ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതോ ഹൈക്കോടതിയുടെ ലാബ്സിൽ ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘം വെച്ചിട്ടുണ്ട്, അവരാണ് ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലും ഒരു പേപ്പർ ഹൈക്കോടതി കൊണ്ട് കൊടുക്കും, ഹൈക്കോടതി അടുത്ത ആഴ്ച ആകട്ടെ, പിന്നത്തെ ആഴ്ച അവധി വയ്ക്കും. ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന കലാപരിപാടി, ലാവലിംഗ് കേസ് പോലുള്ള ഒരു കലാപരിപാടിയായിട്ട് മാറ്റാനാണ് ശ്രമം. സാർ ഒന്ന് ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് ധരിക്കരുത്. ഇത് നമുക്ക് നേരത്തെ സാർ ആമുഖത്തിൽ പറഞ്ഞ പോലെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ചർച്ച ചെയ്താൽ തീരാത്തൊരു വിഷയമാണ്. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുതിയ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എന്ത് തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുന്നു എന്നറിയാൻ പ്രേക്ഷകർക്കും താല്പര്യമുണ്ട്. അല്ലെങ്കിൽ നിലവിൽ ആ കേസിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അത് ദയവായി നമുക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയുന്ന സ്വർണ്ണക്കൊള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ഉന്നയിച്ച പരാതിയിന്മേൽ എന്ത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ മുഖ്യമന്ത്രി വി ഡി സതീശനാകും, നിയമപരമായി എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു ആകാംക്ഷ ജനത്തിനുണ്ട്. ഇക്കാര്യത്തിൽ പരിണിതപ്രജ്ഞനായ മുതിർന്ന മാധ്യമപ്രവർത്തകനായ സാറിൻ്റെ ഒരു നിരീക്ഷണം കൂടി ശ്രദ്ധ ക്ഷണിക്കുന്നു. അതിലേക്ക് വേണമെങ്കിൽ അതിൻ്റെ വിൽ പവർ ഉണ്ടെങ്കിൽ, പൊളിറ്റിക്കൽ വിൽ പവർ എന്നാൽ സതീശൻ്റെ മാത്രം വിൽ പവർ കൊണ്ട് കാര്യമില്ല. CPM എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാണ്. പിണറായി വിജയനെതിരായി നീങ്ങാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന് വരെയുള്ള വിളികൾ വരും. എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഹൈക്കമാൻഡ് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടു എന്ന് വന്നേക്കാം. പിന്നെ CR പരമേശ്വരൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച പോലെ അഴിമതിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ ഇത് കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഇതിൽ സ്വർണ്ണക്കള്ളക്കടത്തിന് പച്ചയ്ക്ക് സ്വപ്ന സുരേഷ് പോലെയുള്ള ഒരു വ്യക്തി അഭിപ്രായം പറയുമ്പോൾ, വെറുതെ പറയല്ല, കൃത്യമായ തെളിവ് ഡേറ്റ് സഹിതം പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കേരളത്തിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ഉന്നത ലെവലിൽ നടന്ന ഏറ്റവും വലിയ അഴിമതിയായിരുന്നു സ്വർണ്ണക്കടത്ത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. പരമ്പരാഗതമായി പരമ്പര പോലെ സീരിയൽ കില്ലർ എന്ന് പറയുന്ന പരമ്പരയായിട്ട് തന്നെ ഈ കള്ളക്കടത്ത്
നടന്നിട്ടുണ്ടായിരിക്കണം എന്നുള്ള അനുമാനത്തിലാണ് അന്ന് എല്ലാ നിരീക്ഷകരും എത്തിയത്. അത് സാർ, അതിൽ വിവിധ രീതിയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. ആദ്യം സ്വപ്ന സുരേഷ് പറഞ്ഞതാകട്ടെ നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് വന്നു. അത് ബാഗേജ് പിടിച്ചതോടു കൂടിയാണ് അത് പുറത്തു വരാനുള്ള കാരണം ഉണ്ടായത്. പിന്നീട് ഖുർആൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥം കടത്തുന്നതിലൂടെ അവിടെയും അതിന്റെ ചട്ടയെല്ലാം സ്വർണത്തിൽ പൊതിഞ്ഞു കടത്തി എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. പിന്നീട് ഈന്തപ്പഴത്തിലൂടെ, അതുപോലെ തന്നെ ഈ ബിരിയാണി ചെമ്പ് മുതലായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ വളരെ സജീവമായി കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അന്ന് ചർച്ച ചെയ്യപ്പെട്ട കാര്യം തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടി സ്വപ്ന സുരേഷ് പല കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ടായി. ഫോൺ അടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടന്ന ചില അഴിമതികൾ, ലൈഫ് മിഷൻ കോഴയെക്കുറിച്ച് പറഞ്ഞു, റെഡ് ക്രസൻറ്റിൻ്റെ അവിടുത്തെ പ്രതിനിധികളുമായി അവിടെ ഈ ഫെമ നിയമം ലംഘിച്ച് കേരളത്തിലേക്ക് പണം ഒഴിയ കാര്യങ്ങളെല്ലാം സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നയതന്ത്ര കാര്യാലയത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വനിത എന്ന രീതിയിൽ അവരുടെ വാക്കുകൾക്കേറെ പ്രസക്തി ഉണ്ടായിരുന്നു. കസ്റ്റംസ് എല്ലാം വരെ വളരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ നേരത്തെ സാറ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ വാക്കുകൾ നമുക്ക് അനുസ്മരിക്കാം ഇപ്പോൾ. കാരണം കേരളത്തിൽ ഓരോ പരിപാടിയിൽ സംബന്ധിക്കുമ്പോഴാണ് അവർ പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിയായ രീതിയിൽ നടപടിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ബാധ്യസ്ഥരായ ആളുകൾ പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നിയമ നടപടികളുമായി പോകുന്നത് നമ്മളാരും കണ്ടില്ല. അങ്ങനെ ചിന്തിച്ച് ചെല്ലുമ്പോഴാണ് അത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി കേരളത്തിൽ പിണറായി വിജയൻ എന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും വളർത്തേണ്ടതുണ്ട്. കാരണം എന്നാലേ ഇവിടെ കോൺഗ്രസ് തകരുകയുള്ളൂ. അതിനു വേണ്ടിയാണോ മുഖ്യമന്ത്രിയുടെ ലാവ്ലിൻ കേസ് ഉൾപ്പെടെ ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസും അതുപോലെ തന്നെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ഗുരുതരമായ ഇത്തരം വിഷയങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കണ്ണടക്കൽ ഉണ്ടായത് എന്നുകൂടി സ്വാഭാവികമായിട്ടും അന്ന് പൊതുസമൂഹത്തിൽ നിന്നും ഉണർന്നു കേട്ട വലിയ ചോദ്യങ്ങളാണ്. ഇവിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓരോരോ കേസുകളായി ഇപ്പോൾ ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാർ തന്നെ മരവിപ്പിച്ച് അല്ലെങ്കിൽ നടക്കില്ല എന്ന് തോന്നി അവർ ഉപേക്ഷിച്ച കേരളയിൽ പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യത്തെ ഉത്തരവ് അത് തന്നെയായിരുന്നു. പിന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസ് ഇന്ന് ആലപ്പുഴ സെഷൻസ് കോടതി അത് പരിഗണിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമ്മുടെ പൊതുസമൂഹത്തിന് ഏറെ നഷ്ടമുണ്ടായിട്ടുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സാമ്പത്തിക രംഗങ്ങളിലെല്ലാം വലിയ വലിയ നഷ്ടവും മാനക്കേടുകളും ഉണ്ടാക്കിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകളും അവരുടെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇരിക്കുന്ന കേസുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആ കേസുകൾ കൂടുതൽ ത്വരിതപ്പെടുത്താൻ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാകേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സതീഷ് ഈസ് ബൈയിങ് ടൈം. ഇപ്പം കേൾക്കർ എന്ന് പറഞ്ഞ ആളിനെ അവിടെ വെച്ചതിനെപ്പറ്റി വലിയ പരാതിയാണ്. പ്രൈവറ്റ് സെക്രട്ടറി. അതുപോലെ കണ്ണൂർ കളക്ടറായിരുന്ന PP ദിവ്യക്ക് നവീൻ ബാബുവിൻ്റെ മരണത്തിന് വരെ കാരണമായി ആരോപിക്കപ്പെടുന്ന ആളെ ഇവിടെ വീണ്ടും ഓഫീസിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കാണിക്കുന്നത്, അപ്പോൾ ഞാൻ കണക്കാക്കുന്നത് നവീൻ ബാബുവിനെ അവിടെ ഇരുത്തിക്കൊണ്ട് ആ ഓഫീസിലിരുത്തി അവയ്ക്ക് പുറമേ ബന്ധപ്പെടാനുള്ള സൗകര്യമില്ലാതെ എന്തെല്ലാം വൃത്തികേട് കാണിച്ചെന്ന് കൃത്യമായി അറിയാനുള്ള ഒരു സോഴ്സാണ് നവീൻ ബാബു അല്ല, അരുൺ വിജയൻ. ഈ അരുൺ വിജയനെ ആ സോഴ്സ് ഉപയോഗപ്പെടുത്താനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഓർമ്മയുള്ളൊരു സംഭവം പറയാം. അന്ന് K മുരളീധരൻ കോഴിക്കോട് MP ആണ്. നമ്മുടെ ഒരു സുഹൃത്ത് DYSP ആയിട്ടും SP ആയിട്ടൊക്കെ റിട്ടയർ ചെയ്ത ആളാണ്. അന്നത്തെ കാലത്ത് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ചാർജ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക പ്രശ്നത്തിൽ കോൺഗ്രസ്സുകാരുമായിട്ടും ലീഗുകാരായിട്ടും ഉടയുകയും ഇദ്ദേഹത്തെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കാസർഗോഡിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ നീക്കവും ഉണ്ടായി. ആ സമയത്ത് K മുരളീധരൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഇല്ല, അവനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, അവനെ ഈ നടക്കാവിൽ തന്നെ വേണം, ഇവിടെ വെച്ച് എനിക്ക് അവനെ കൈകാര്യം ചെയ്യണം എന്ന ഒരു നിലപാടെടുത്ത് അങ്ങനെ അവന് തന്നെത്താൻ ആ DYSPക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോലീസ് ട്രാൻസ്ഫർ ദൂരേക്ക് ചോദിച്ച് മേടിച്ച് പോകേണ്ടി വന്നൊരവസ്ഥ അവിടെ ഉണ്ടാക്കി. പിന്നീട് അതുപോലെ വേണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ പിണറായി വിജയനെ അടിക്കാനുള്ള ഏറ്റവും നല്ല വടി കണ്ടെത്താൻ സതീശന് സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷവും പിന്നെ വല്ലവരും കടിപ്പിക്കണം, അതും ചെയ്യാം.
രണ്ട് കാര്യം സാധിക്കും. അത് തന്നെയുള്ള ശ്രമമാണോ നടത്തണമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഈ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ അതിൻ്റെ നിയമസാധ്യതകൾ എത്രയാണെന്ന് കണ്ടറിഞ്ഞ് അഭിഭാഷകൻ കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു നിയമ നടപടിക്ക് ഒരുങ്ങണം, അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളോട് വിളിച്ചു പറയാൻ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും പറയാനുള്ളത്. ഇത് തന്നെയാണ് പൊതുജനത്തിൻ്റെയും ആവശ്യങ്ങളായി നമ്മുടെ കമൻറ്റ് ബോക്സുകളിലെല്ലാം പലപ്പോഴും വരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ ന്യായയുക്തമായ നീതിയുക്തമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും സ്വപ്ന സുരേഷ് ഉന്നയിച്ച കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, കേസ് എടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കേരളത്തിൽ തന്നെ വലിയ കോളിളക്കങ്ങൾക്ക്, വലിയ രാഷ്ട്രീയ മാനങ്ങൾക്കും വഴിതിരിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം, കണ്ടറിയാം, കാത്തിരിക്കാം. നന്ദി. ഒരു കാര്യം കൂടി, ഇതിൻ്റെ തുടർ ചർച്ച, ഇപ്പോൾ ഈ വിഷയം സംസാരിച്ചതിൻ്റെ തുടർ ചർച്ചയായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും.